ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ വിൻഡീസിനെ തകർത്ത് ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ ഹീറോയായത് മലയാളി താരം സഞ്ജു സാംസണാണ്. 97 റൺസുമായി പുറത്താകാതെ നിന്ന് ഇന്ത്യയെ വിജയതീരത്തെത്തിച്ച സഞ്ജുവിനെ വാനോളം പുകഴ്ത്തുമ്പോഴും ടൂർണമെന്റിന്റെ തുടക്കത്തിൽ താരത്തെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ആരാധകർക്കിടയിൽ ശക്തമായിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണവുമായി ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസിലാൻഡിനെതിരായ ഉഭയകക്ഷി പരമ്പരയിൽ സഞ്ജുവിനുണ്ടായ മോശം ഫോമാണ് താരത്തെ ലോകകപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ചതെന്ന് ഗംഭീർ വെളിപ്പെടുത്തി. സഞ്ജുവിന്റെ പ്രതിഭയിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ അദ്ദേഹത്തിന് താളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർച്ചയായ പരാജയങ്ങൾ താരത്തിനുമേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി. ലോകകപ്പ് പോലെ വലിയൊരു വേദിക്കായി അദ്ദേഹത്തെ മാനസികമായി തയ്യാറെടുപ്പിക്കാനാണ് ആ ഘട്ടത്തിൽ ചെറിയൊരു ബ്രേക്ക് നൽകിയത്. ന്യൂസിലാൻഡ് പരമ്പരയിൽ 10-6, 0, 24-6 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ. ഏഷ്യ കപ്പിൽ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് മാറ്റിയത് സഞ്ജുവിന്റെ താളം തെറ്റിച്ചുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് താരത്തിന് അർഹമായ വിശ്രമം നൽകാൻ മാനേജ്മെന്റ് തീരുമാനിച്ചതെന്ന് ഗംഭീർ പറയുന്നു. വിൻഡീസിനെതിരെ 196 റൺസ് പിന്തുടരുമ്പോൾ 194 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു റൺ അടിച്ചുകൂട്ടിയത്. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം പന്തിനെ അനാവശ്യമായി ബലം പ്രയോഗിച്ചടിക്കുന്നതായി തോന്നിയില്ലെന്ന് ഗംഭീർ നിരീക്ഷിച്ചു. വളരെ സ്വാഭാവികമായ ക്രിക്കറ്റിംഗ് ഷോട്ടുകളിലൂടെയാണ് അദ്ദേഹം റൺസ് കണ്ടെത്തിയത്. അദ്ദേഹം ഒരിക്കലും തന്റെ ഇന്നിംഗ്സ് അനാവശ്യമായി വേഗത്തിലാക്കാൻ ശ്രമിച്ചില്ല. മറിച്ച് എല്ലാം നിയന്ത്രണത്തിലായിരുന്നു. ഇതാണ് സഞ്ജുവിന്റെ യഥാർത്ഥ പ്രതിഭയെന്നും ഗംഭീർ സഞ്ജുവിനെ കുറിച്ച് വാചാലനായി. സിംബാബ്വെക്കെതിരെ നടത്തിയ 15 പന്തിലെ 24 റൺസ് പ്രകടനമാണ് വിൻഡീസിനെതിരായ ഇന്നിംഗ്സിന് അടിത്തറ പാകിയതെന്നും ഗംഭീർ വിശ്വസിക്കുന്നു. സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലേക്കാണ് കടക്കുന്നതെന്നും വരാനിരിക്കുന്ന 2 മത്സരങ്ങളിലും സഞ്ജുവിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗംഭീറിന് പിന്നാലെ T20 ലോകകപ്പിൽ വിൻഡീസുമായുള്ള സൂപ്പർ 8 പോരാട്ടത്തിൽ ടീം ഇന്ത്യയുടെ ഹീറോയായി മാറിയ സഞ്ജു സാംസണിനെ വാനോളം പ്രശംസിച്ച് മുൻ ഇതിഹാസ നായകൻ സൗരവ് ഗാംഗുലിയും രംഗത്തെത്തി. വൈറ്റ് ബോളിൽ മലയാളി താരത്തിന് ഇന്ത്യ സ്ഥിരമായി അവസരങ്ങൾ നൽകണമെന്നും ദാദ ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ക്വാർട്ടർ ഫൈനലിന് തുല്യമായ ഡു ഓർ ഡൈ മാച്ചിൽ പുറത്താവാതെ 97 റൺസുമായാണ് ഇന്ത്യയുടെ റെക്കോർഡ് റൺ ചേസ് ജയത്തിന് സഞ്ജു ചുക്കാൻ പിടിച്ചത്. കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യയും വിൻഡീസും തമ്മിലുള്ള സൂപ്പർ 8 പോരാട്ടം ആസ്വദിക്കാൻ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ സൗരവ് ഗാംഗുലിയും എത്തിയിരുന്നു. ഈ കളിക്ക് ശേഷം സംസാരിക്കവെയാണ് സഞ്ജു സാംസണിന്റെ ഗംഭീര ഇന്നിംഗ്സിനെ ദാദ പ്രശംസിച്ചത്. അതോടൊപ്പം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പും നൽകി. വ്യാഴാഴ്ച രാത്രി മുംബൈയിലെ വാങ്കഡയിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കുന്നത്. നേരത്തെ ശ്രീലങ്കയിൽ നടന്ന സൂപ്പർ 8ന്റെ ഗ്രൂപ്പ് 2 പോരാട്ടങ്ങളിൽ കളിച്ച 3 മത്സരവും ജയിച്ച് 1ാം സ്ഥാനക്കാരായാണ് ഇംഗ്ലണ്ട് സെമിയിലേക്ക് കുതിച്ചത്. മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നിവരോടൊപ്പം കരുത്തരായ ന്യൂസിലാൻഡിനെയും സൂപ്പർ 8ൽ തകർത്തുവിടാൻ ഹാരി ബ്രൂക്കിനും സംഘത്തിനുമായിരുന്നു. ആഴമേറിയ ബാറ്റിംഗ് നിരയും ശക്തമായ ബൌളിംഗുമാണ് ഇംഗ്ലണ്ടിനെ അപകടകാരികളാക്കുന്നത്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ കസറുന്ന വിൽ ജാക്സ് ആണ് അവരുടെ തുറുപ്പുചീട്ട്. ഇംഗ്ലീഷ് ടീം ജയിച്ച ഭൂരിഭാഗം മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദി മാച്ചും അദ്ദേഹമാണ്. ഇന്ത്യയെ വിജയത്തിലെത്തിച്ച ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിൽ സഞ്ജു നടത്തിയ അംഗവിക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ബാറ്റ് താഴെ വെച്ച് ഗ്രൗണ്ടിൽ മുട്ടുകുത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ആദ്യ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി പിന്നീട് കൈകൂപ്പി കുരിശു വരച്ച് എഴുന്നേറ്റു. സഞ്ജുവിന്റെ മുഖത്ത് വിരിഞ്ഞ വിജയച്ചിരി ഒപ്പിയെടുക്കാൻ മത്സരിക്കുകയായിരുന്നു ക്യാമറ കണ്ണുകൾ. ICC പങ്കുവച്ച ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ മാത്രം 2.5 കോടിയോളം ആളുകളാണ് ഇതുവരെ കണ്ടത്. BCCI പങ്കുവച്ച ഇതിന്റെ ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. പലരുടെയും ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് സ്റ്റാറ്റസുകളായി ഈ ചിത്രം നിറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലെത്തിയ ശേഷവും ദൈവത്തിന് നന്ദി പറഞ്ഞ് സഞ്ജു സാംസൺ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. തന്റെ കരിയർ ബെസ്റ്റ് ഇന്നിംഗ്സ് പുറത്തെടുക്കാൻ സഹായിച്ച ബാറ്റിനെ താരം ചുംബിക്കുകയും ചെയ്തു. മത്സരശേഷം ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് സഞ്ജു വിശദീകരിച്ചു.
സഞ്ജുവിന്റെ ഈ മിന്നും പ്രകടനം കായിക ലോകത്ത് മാത്രമല്ല പരസ്യ വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 2026 ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ എൻഡോഴ്സ്മെന്റുകളിലും സ്പോർട്സ് ഇൻഷുറൻസ് മേഖലയിലും സഞ്ജുവിന്റെ മൂല്യം കുതിച്ചുയരുകയാണ്. പ്രവാസി മലയാളികൾക്കിടയിൽ സഞ്ജുവിനുള്ള വലിയ സ്വാധീനം ഗൾഫ് രാജ്യങ്ങളിലെ ബിസിനസ് ബ്രാൻഡുകൾക്കും വലിയ നിക്ഷേപ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്.